ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ബാക്കി പാർട്ട് ക്ലാസ് എടുക്കും. ഓക്കെ, ഞാനൊരു ലെക്ചർ നോട്ട് രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും കാണിക്കേണ്ട സ്ക്രീനിൽ എന്ന് അതിനു വേണ്ടി ചെയ്തതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, പിന്നെ പോയിൻറ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻറ്സും. അപ്പോൾ അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ പർപ്പസിൽ എഴുതിണ്ടാക്കിയതാണ്. അപ്പോൾ നാഷണൽ ഇൻകം, അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റാണ്, ടോപ്പിക്കാണ് നാഷണൽ ഇൻകം. വാട്ട് ഈസ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ ഇൻകം ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഇൻകം, ഒരു വർഷത്തെ ഇൻകമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാജ്യം വ്യത്യസ്ത എക്കണോമിക് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം. ഹൗ ക്യാൻ യു ഡിഫൈൻ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം നത്തിങ് ബട്ട് ഇറ്റ്സ് എ മണി. നാഷണൽ ഇൻകം ഈസ് എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ മണി വാല്യൂ ഓഫ്, അത് നിർബന്ധമാണ്. ടോട്ടൽ നാഷണൽ ഇൻകം ഈസ് ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. അല്ലെങ്കിൽ 2020 ഒരു രാജ്യം, ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ. ഓക്കെ, ഇൻ ടേംസ് ഓഫ് വി ഷുഡ് മെഷർ ഓൾ എക്കണോമിക് ആക്ടിവിറ്റി in monetary terms. That is very important. അപ്പോൾ while measuring national income you should define in terms of monetary value. അപ്പോൾ monetary value എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ national income is monetary value of all final goods and services produced by a nation during a period of time, അല്ലെങ്കിൽ a particular period of time, അല്ലെങ്കിൽ 2020, 2021, 2019 എക്സെട്ര. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂവിനെ പറയുന്ന പേരാണ് നാഷണൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ടോട്ടൽ ഓഫ് ഓൾ ഇൻകം ഡിറൈവ് ഫ്രം എക്കണോമിക് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. മറ്റു രൂപത്തിൽ പറയുകയാണെങ്കിൽ അൾട്ടർനേറ്റീവ്ലി യു ക്യാൻ ഡിഫൈൻ നാഷണൽ ഇൻകം ആസ് ടോട്ടൽ ഓഫ് ഓൾ ഇൻകം ഡിറൈവ് ഫ്രം എക്കണോമിക് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു പർട്ടിക്കുലർ ഇയറിൽ ഒരു വ്യത്യസ്ത എക്കണോമിക് ആക്ടിവിറ്റീസിന് നമുക്കറിയാം. വ്യത്യസ്ത എക്കണോമിക്, അഗ്രികൾച്ചർ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, 3 പ്രധാനപ്പെട്ട സെക്ടേഴ്സുണ്ട്. ആ സെക്ടേഴ്സിൽ വ്യത്യസ്ത ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ടോട്ടൽ ഇൻകം നമ്മൾ ഡിറൈവ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ ഇൻകമാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം ഡിഫൈൻ ചെയ്യുന്നത് 2-3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, ഒരു രാജ്യത്തെ മൊത്തം വരുമാനം ഇൻ ടേംസ് ഓഫ് മോണിറ്ററി വാല്യൂ. 2, ഏതെങ്കിലും വർഷം, ഒരു വർഷത്തെ ഇൻകമാണ്. ആ ഒരു വർഷത്തെ ഇൻകമാണ്. പിന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം ഡിറൈവ് ചെയ്ത സാധനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഡെഫിനിഷനിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്താണ്? അതൊരു നാഷണൽ ഇൻകത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിനും എന്തുണ്ട്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഉണ്ട്. ദേശീയ വരുമാനം അക്കൗണ്ടിങ് ചെയ്യുന്നു. അക്കൗണ്ടിന് കണക്കെടുപ്പ് നടത്തുന്നുണ്ട്. അതാണ് കണക്കെടുപ്പിനെ പറയുന്ന പേരെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഈസ് നത്തിങ് ബട്ട് ഇസ് ദ മെഷർമെൻറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ്. നാഷണൽ ഇൻകം അതിൻ്റെ കോമ്പോണൻസും മെഷർ ചെയ്യുക, അതിനെ പറയുന്ന പേരാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. അപ്പോൾ എവറി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇന്ത്യ ഹാസ് ആൾസോ ഹാവിങ് എ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് സിസ്റ്റം. ഓക്കെ, എല്ലാ കൺട്രിയും, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അമേരിക്ക, ശ്രീലങ്ക, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും മെഷർമെൻറ്റ്സും അതിൻ്റെ മെത്തേഡ്സും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസ്ഡ് എക്കോണമി ആൻഡ് ഓപ്പൺ എക്കോണമി? എന്താണ് ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ? ക്ലോസ്ഡ് എക്കോണമി പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദർ ഈസ് നോ എക്കണോമിക് റിലേഷൻസ് വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിക് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് എന്താണ്? ദർ ഈസ് നോ എക്കണോമിക് റിലേഷൻസ് വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു ഇക്കണോമിക് റിലേഷനും ഇല്ലാത്ത ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് ക്ലോസ്ഡ് എക്കണോമിക് സിസ്റ്റം. ഓപ്പൺ എക്കണോമിക് സിസ്റ്റം ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ,
It is a system in which, okay, in which has economic relations with the rest of the world. ഒരു സിസ്റ്റമാണ്, അതിന് എന്തുണ്ട്, എക്കണോമിക് റിലേഷൻസ് ഉണ്ട് വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഒരു ഇന്ത്യ എന്നുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ ബാക്കിയുള്ള ലോകത്തുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യ ഈസ് എ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയാം. ഇന്ത്യ എന്നുള്ള എക്കണോമിക് സിസ്റ്റം അതിന് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിൽ അതിനെ ഇന്ത്യ ആസ് എ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയാം. അപ്പോൾ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസ്ഡ് എക്കോണമി ആൻഡ് ഓപ്പൺ എക്കോണമി. ഐ തിങ്ക് ആൾ ഓഫ് യു ഗോട്ട് ഇറ്റ്. പിന്നെ നാഷണൽ ഇൻകത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. വാട്ട് ഈസ് മീൻ ബൈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? Intermediate goods that enter into the production of another goods. അപ്പോൾ intermediate goods is the goods which enter in the production of another goods. അപ്പോൾ intermediate goods എന്ന് പറയുന്ന ഒരു ഗുഡാണ് അല്ലെങ്കിൽ ഗുഡ്സുകളാണ്. അവരെന്താ ചെയ്യുന്നത്, മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനിൽ അവരുപയോഗിക്കുന്നു. അങ്ങനത്തെ ഗുഡ്സിനെ പറയുന്ന പേരാണ് ഇൻ്റർമീഡിയറി ഗുഡ്സ്. ഓക്കെ, എക്സാമ്പിൾ വീറ്റ് ഫ്ലോർ, ഓക്കെ, വീറ്റ്, അതുപോലെ വുഡ്, പോളിഷ്, ഇതൊക്കെ എന്താണ്, ഒരു ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളാണ് വുഡും പോളിഷും ഒക്കെ. ഓക്കെ, വുഡ് ഒരു മരം, ഓക്കെ, പോളിഷ് പറഞ്ഞാൽ പോളിഷ്. അപ്പോൾ ഒരു കട്ടിലുണ്ടാക്കാൻ നമുക്ക് വുഡും വേണം പോളിഷും വേണം അല്ലേ. അപ്പോൾ കട്ടിലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് സാധനം വുഡ് ആൻഡ് പോളിഷ്. ഓക്കെ, ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വീറ്റ് പൗഡർ ആൻഡ് വീറ്റ് ഫ്ലോർ. അപ്പോൾ വീറ്റ് ഫ്ലോർ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണം അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണം. അപ്പോൾ ചപ്പാത്തി ഉൽപ്പാദനത്തിൽ എൻ്റർ ചെയ്യുന്ന ഒരു സാധനമാണ് വീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ദ ഗുഡ്സ് ദാറ്റ് എൻ്റർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ ഗുഡ്സ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ ദ ഗുഡ്സ് ആക്ച്വലി ദാറ്റ് ഗുഡ്സ് ആർ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് വിച്ച് എൻ്റർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ അനദർ ഗുഡ്. മറ്റൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഗുഡ്സിനെ പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ് ഫ്ലോർ, വുഡ്, പോളിഷ്, ക്ലോത്ത്, മിൽക്ക്, എക്സെട്ര. ഓക്കെ, ഇനി വാട്ട് ഈസ് ഫൈനൽ ഗുഡ്സ്? ഫൈനൽ ഗുഡ്സ് ആർ ദ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. ഫൈനൽ ഗുഡ്സ് ആർ ദ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ് എല്ലാം ഫൈനൽ ഗുഡ്സ്. ഒരു സോപ്പ് നമ്മൾ കടയിൽ പോയി വാങ്ങുക, ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ഫൈനൽ ഗുഡ്. ചപ്പാത്തി പാക്കറ്റ് 10 ചപ്പാത്തിയുള്ള ഒരു പാക്കറ്റ് നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലോ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ വാങ്ങുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ വാങ്ങുക, അതെന്താണ്, ഫൈനൽ ഗുഡാണ്. ഒരു ബ്രെഡ് നമ്മൾ വാങ്ങുകയാണ്, ഫൈനൽ ഗുഡ്. വീറ്റ് വാങ്ങുകയാണെങ്കിൽ അതൊരു ഫൈനൽ ഗുഡല്ല, അതൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ബ്രെഡ് വാങ്ങുകയാണെങ്കിൽ ഫൈനൽ ഗുഡാണ്. ചപ്പാത്തി പാക്കറ്റ് ഫൈനൽ ചപ്പാത്തി പാക്കറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഫൈനൽ ഗുഡാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു ടേബിൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഫൈനൽ ഗുഡാണ്. ഒരു വുഡ് വാങ്ങുകയാണെങ്കിൽ അത് ഇൻ്റർമീഡിയറി ഗുഡാണ്. അപ്പോൾ ഫൈനൽ ഗുഡ്സ് ആർ ദ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ എന്തിനു വേണ്ടി, ഫൈനൽ കൺസംഷൻ. അപ്പോൾ ഫൈനൽ കൺസംഷന് വേണ്ടി പർച്ചേസ് ചെയ്ത ഗുഡ്സിനെ പറയുന്ന പേരാണ് ഫൈനൽ ഗുഡ്സ്. എക്സാമ്പിൾ ബ്രെഡ്, വാച്ച്, ഫാന്, TV, കാറ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻ്റർമീഡിയറി ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ മെഷറിങ് നാഷണൽ ലിങ്ക് അല്ലെങ്കിൽ ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ലിങ്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് if we add the values of both goods in national income, there would be the problem of double counting of value. നമ്മളെന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻ്റർമീഡിയറി ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. കാരണം ഇൻ്റർമീഡിയറി ഗുഡും ഫൈനൽ ഗുഡും നമ്മൾ നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ അവിടെ ഒരു പ്രോബ്ലം വരും. ആ പ്രോബ്ലത്തിനെ പറയുന്ന പേരാണ് ഡബിൾ കൗണ്ടിങ്. ഓക്കെ, ഡബിൾ കൗണ്ടിങ് ഓഫ് വാല്യൂ. ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യുക വാല്യൂ. ഇപ്പോൾ എന്താ വെച്ചാൽ ഫ്ലോറിൻ്റെ വാല്യൂം അതുപോലെ തന്നെ ചപ്പാത്തിയുടെ വാല്യൂ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്താൽ അപ്പോൾ രണ്ടും ഒരുമിച്ച് വരും. കാരണം ചപ്പാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അതിലെന്തൊക്കെയുണ്ട്, അരിപ്പൊടി വീറ്റിൻ്റെ പ്രൈസ് ഉണ്ടാവും,
പിന്നെ അതിൻ്റെ മറ്റ് റോ മെറ്റീരിയൽസിൻ്റെ എനിക്ക് പ്രൈസ് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്താൽ അപ്പോൾ ഡബിൾ കൗണ്ടിങ് വരും. അപ്പോൾ ഇൻ്റർമീഡിയറി ഗുഡും ഫൈനൽ ഗുഡും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാതിരുന്നാൽ നമുക്ക് എന്ത് പ്രോബ്ലം എൻകൗണ്ടർ ചെയ്യും? പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് വിൽ ലീഡ്സ് ടു ഓവർ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. അങ്ങനെ ഇൻ്റർമീഡിയറി ഗുഡും ഫൈനൽ ഗുഡും ഒരുമിച്ച് ആഡ് ചെയ്താൽ അവിടുത്തെ ഇഷ്യൂ എന്താ വെച്ചാൽ വി വിൽ ഓവർ എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം. അക്യുറേറ്റ് ആയിട്ടുള്ള നാഷണൽ ഇൻകം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എസ്റ്റിമേഷൻ എന്തായിരിക്കും? എപ്പോഴും ഓവർ എസ്റ്റിമേഷൻ ആയിരിക്കും. ഹെൻസ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം ഈസ് ഇൻക്ലൂഡഡ് ഓൺലി ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. അതുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഇൻകത്തിൽ എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിനെ ഫൈനൽ ഗുഡ്സ് മാത്രമേ നമ്മൾ പരിഗണിക്കൂ. അപ്പോൾ നാഷണൽ ഇൻകം ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ നാഷൻ ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. അതാണ് നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ വി ആർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്? കാരണം പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. അങ്ങനെ വന്നാൽ നമ്മുടെ നാഷണൽ ഇൻകം ഓവർ എസ്റ്റിമേഷൻ വരും. അപ്പോൾ അതൊരു നാഷണൽ ഇൻകത്തിലൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് നമ്മളെന്താണ് ഫൈനൽ ഗുഡ്സ് മാത്രമേ ഫൈനൽ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ഇനി നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് സാധാരണ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചെറിയ ഡെഫിനേഷൻ ടൈപ്പ് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്? ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്പെൻഡിച്ചർ ഫ്രം ദി പാർട്ട് ഓഫ് ഗവൺമെൻറ് ഓർ ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ വിച്ച് നോ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ റിസീവ്ഡ് ഇൻ റിട്ടേൺ. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പണമായിട്ടോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ടോ അവരുടെ സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. തിരിച്ചു ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല. ഓക്കെ, ആ കൊടുക്കുന്ന സാധനം ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതാരൊക്കെ ചെയ്യുന്നുണ്ട്? സർക്കാർ ജനങ്ങൾക്ക് ചെയ്യുന്ന കുറേ ഫണ്ടുകളുണ്ട് എക്സ്പെൻഡിച്ചറിന്. അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അവരുടെ എംപ്ലോയീസിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന കുറേ എക്സ്പെൻഡിച്ചറുണ്ട്. അതൊരിക്കലും കൊടുക്കും, പക്ഷെ തിരിച്ച് കിട്ടില്ല. അങ്ങനെ തിരിച്ച് കിട്ടാത്ത എമൗണ്ട് ആയതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് വെൽഫെയർ പേയ്മെൻറ്റ്സ് ഉണ്ടല്ലോ, സച്ചാസ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്. ഇപ്പോൾ ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്നുണ്ട്, കിറ്റ് കൊടുക്കുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ റിലീഫ് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഫാം പ്രൈസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഗ്യാസ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ പ്ലീസ് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം പെൻഷൻ, ഗ്യാസ് സബ്സിഡി, ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന കിറ്റ് ഉണ്ടല്ലോ, കിറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ, അതുപോലെ മറ്റ് സോഷ്യൽ പിന്നെ വിധവാ പെൻഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട്, ഏതൊരു സർക്കാരും. അപ്പോൾ അതൊക്കെ എന്താണ്? അതിനൊക്കെ ജനറലായിട്ട് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് പേ. അപ്പോൾ ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് ഓൺ ദി പാർട്ട് ഓഫ് ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ഫോർ ദെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഫോർ പബ്ലിക്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ദീസ് എമൗണ്ട് എന്താണ്? ഈ എമൗണ്ട് എന്താണ്? ഒരിക്കലും അത് എന്താ ചെയ്യുക? തിരിച്ച് സർക്കാരിനോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എമൗണ്ടിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ സൈഡ് ഓഫ് ഗവൺമെൻറ് ഓർ ബിസിനസ് യൂണിറ്റ് ഫോർ വിച്ച് നോ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ റിസീവ്ഡ് ഇൻ റിട്ടേൺ. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ഒരിക്കലും ഇതിന് തിരിച്ച് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ജനങ്ങളൊന്നും ഗുഡ്സ് ആൻഡ് സർവീസോ മണിയോ ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല. ഫ്രീ ആയിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ അർദ്ധ സർക്കാരുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനങ്ങൾക്ക് കൊടുക്കുന്ന
എമൗണ്ട് ആണ് തിരിച്ച് കിട്ടാതെ ഒരിക്കലും തിരിച്ച് കിട്ടുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന കുറേ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സിൻ്റെ പേരാണ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന പെൻഷൻ. അത് ഒരുപാട് പെൻഷൻ, വിധവാ പെൻഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ, ഒരുപാട് കാര്യങ്ങൾ, കിറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ, റിലീഫ് പേയ്മെൻറ്റ്സ്, ഫാം പ്രൈസ് സപ്പോർട്ട്, ഗ്യാസ് സബ്സിഡി എക്സെട്ര. ഓക്കെ, ഇനി പ്രൈവറ്റ് സാധാരണ കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്, ഡൊണേഷൻ എക്സെട്ര ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. ബിസിനസ് അവരുടെ വർക്കേഴ്സിന്, പിന്നെ അവരുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന ബിസിനസ് എൻ്റർപ്രൈസസ് അവരുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന ഇതുപോലത്തെ ഗിഫ്റ്റ്, ഡൊണേഷൻ, ഇതൊക്കെ എന്തിൽപ്പെടും? ഈ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്സ് വരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അങ്ങനെ തിരിച്ച് കിട്ടാത്ത ഒരു എക്സ്പെൻസാണ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ വ്യത്യസ്ത ഡെഫിനിഷൻസാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡൊമസ്റ്റിക്കലി ഓൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് എ 1 year പീരിയഡ്. ഏതെങ്കിലും ഒരു പീരീഡ്, ഒരു വർഷം, ഒരു രാജ്യത്തിൻ്റെ അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് ഉൽപ്പാദിപ്പിച്ച മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മാർക്കറ്റ് വാല്യൂവിനെ പറയുന്ന പേരാണ് GNP. അപ്പോൾ GNP ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡൊമസ്റ്റിക്കലി ഓൺഡ് ഫാക്ടേഴ്സ്. ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യില്ല, ഡൊമസ്റ്റിക്കലി ഓൺഡ് ഫാക്ടേഴ്സ്. ഒരു രാജ്യത്തിൻ്റെ ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ട്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു രാജ്യത്തിന് ഇന്ത്യയുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചും ആ രാജ്യം ഏതെങ്കിലും ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെയും അതിൻ്റെ ഒരു മോണിറ്ററി വാല്യൂ, മാർക്കറ്റ് വാല്യൂവിനെ പറയുന്ന പേരാണ് GNP. അപ്പം GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡൊമസ്റ്റിക്കലി ഓൺഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് എ 1 year പീരിയഡ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതെന്താണ്? അത് 2 രൂപത്തിൽ ഒന്ന് ഈ നമ്മുടെ ആ രാജ്യത്തിനകത്തുമായിരിക്കും, മറ്റു കുറേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് രാജ്യത്തിന് പുറത്തായിരിക്കും. അപ്പം പാർട്ട് ഓഫ് GNP ഉണ്ടല്ലോ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ പാർട്ട് ഓഫ് GNP ഈസ് പ്രൊഡ്യൂസ്ഡ് എബ്രോഡ്. അപ്പോൾ കുറേ പേര് ഇന്ത്യക്കാരാണ്, ബട്ട് ദേ ആർ വർക്കിംഗ് അമേരിക്ക ഓർ ഇംഗ്ലണ്ട് ഓർ സംവെയർ എൽസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം ഏൺഡ് ബൈ ഇന്ത്യൻ വർക്കിംഗ് അബ്രോഡ് എന്നുള്ളൊരു കോമ്പോണൻസ് അതിൽ വരുന്നുണ്ട്, GNPയിൽ വരുന്ന സാധനമാണ്. കാരണം ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻകം വി മസ്റ്റ് കൗണ്ട് വൈൽ മെഷറിങ് GNP. അപ്പോൾ പാർട്ട് ഓഫ് GNP ഈസ് പ്രൊഡ്യൂസ്ഡ് അബ്രോഡ്. കാരണം ഇൻകം ഏൺ ബൈ ഇന്ത്യൻസ് വർക്കിംഗ് അബ്രോഡ്. അതുപോലെ തന്നെ ഇൻകം ഏൺഡ് ബൈ, അപ്പോൾ അതുപോലത്തെ മറ്റൊരു കാര്യം, ഇൻകം ഏൺഡ് ബൈ എൻ അമേരിക്കൻസ് ഈസ് നോട്ട് പാർട്ട് ഓഫ് GNP. നമ്മുടെ ഇന്ത്യക്കാരൻ ഗൾഫിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉണ്ട്, അവരുടെ ഇൻകം ആക്ച്വലി ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഇൻകം ഈസ് പാർട്ട് ഓഫ് അവർ GNP. ഒരു അമേരിക്കക്കാരനോ ഒരു ഇംഗ്ലണ്ടുകാരനോ ഇന്ത്യയിൽ വർക്ക് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ വരുമാനം ഒരിക്കലും എന്തല്ല, നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ പാർട്ടല്ല. ദാറ്റ് മീൻ ഇൻകം ഏൺഡ് ബൈ എൻ അമേരിക്കൻ ഓർ UK ഈസ് നോട്ട് പാർട്ട് ഓഫ് അവർ GNP. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻകം നമ്മുടെ ഇൻകമാണ്, പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻകം നമ്മളെ ഇൻകം അല്ല, അത് അവർ അമേരിക്കക്കാരൻ്റെ ഇൻകമാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരൻ്റെ ഇൻകമാണ്. ദാറ്റ് ഈസ് GNP. അപ്പോൾ പാർട്ട് ഓഫ് GNP ഈസ് പ്രൊഡ്യൂസ്ഡ് ഡൊമസ്റ്റിക്കലി ബൈ അവർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. Another part of our GNP is produced by abroad by our factors of production. Okay, that is called GNP. ഇനി NNP. അപ്പോൾ GNPയിൽ നിന്നും ഡിപ്രൈസിയേഷൻ നമ്മൾ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് NNP.
അപ്പോൾ NNP എന്ന് പറഞ്ഞാൽ GNP മൈനസ് ഡിപ്രീസിയേഷൻ. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് വിയർ ആൻഡ് ടിയർ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നമുക്കറിയാം ഉൽപ്പാദനത്തിന് നമുക്ക് എന്തുണ്ട്, മെഷീനറി അല്ലെങ്കിൽ ടെക്നോളജി ആവശ്യമാണ്. ടെക്നോളജിക്ക് ഒരു പ്രത്യേകത, കുറേ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, വിയർ ആൻഡ് ടിയർ ഉണ്ടാവും, തേയ്മാന ചെലവ്. അതിന് പറയുന്ന എക്കണോമിക്സിൽ പറയുന്ന പേരാണ് വിയർ ആൻഡ് ടിയർ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ കുറേ കാലങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീനറീസിനും ടെക്നോളജിക്കും കുറേ തേയ്മാനം സംഭവിക്കും. അതിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ എന്ന് ചോദിച്ചാൽ, depreciation is wear and tear of fixed assets over a given period of time. That is depreciation. While measuring NNP, we should minus depreciation from GNP. Therefore, NNP is equal to GNP minus depreciation. Okay. In other word, depreciation is also called as capital consumption allowance. It is also called as capital consumption allowance. This is about NNP. ഇനി GDP. What is mean by GDP? It is gross domestic product. എന്ന് പറഞ്ഞാൽ എന്താണ്? It is a total money value of all final goods and services produced within domestic territory of nation. GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂവിനെ പറയുന്ന പേരാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മണി തുകയാണ് എന്തെന്ന് പറയുന്നത് GDP. അപ്പോൾ വി എക്സ്ക്ലൂഡ് നെറ്റ് ഫാക്ടർ ഇൻകം. വിദേശത്ത് ആളുകൾ വർക്ക് ചെയ്യുന്ന ഇൻകം നമ്മൾ GDP ഉൾപ്പെടുത്തില്ല. അപ്പോൾ GDP യു ക്യാൻ ഫൈൻഡ് ആസ് GDP is equal to GNP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഗൾഫിൽ 1-2 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻകം GDP മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിട്ടില്ല. ആക്ച്വലി ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് അവർ എക്കോണമി, ബട്ട് വി എക്സ്ക്ലൂഡ് ദം വൈൽ മെഷറിങ് GDP, ബട്ട് വി ഇൻക്ലൂഡ് ദം വൈൽ മെഷറിങ് GNP മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, GDP മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ എക്സ്ക്ലൂഡ് ചെയ്യും. കാരണം GDPയുടെ ഡെഫിനിഷൻ പ്രകാരം ഇറ്റ് ഈസ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ nation within the domestic territory of its domestic territory during a period of time. Hence, we exclude net factor income from abroad. അതുകൊണ്ട് what is mean by net factor income? അപ്പോൾ എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം? നമുക്ക് അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ GNP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞു. ഇനി what is mean by net factor income, which is equal to ഫാക്ടർ ഇൻകം ഏൺഡ് അബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് അബ്രോഡ്. അപ്പോൾ രാജ്യത്തിനകത്ത് ആൾക്കാർ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നുണ്ട്, പുറത്തുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത ആളുകൾക്ക് അവിടുന്ന് കിട്ടിയ എമൗണ്ട് മൈനസ് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്ത എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന അമേരിക്കക്കാർക്ക് ഇംഗ്ലണ്ടുകാർക്ക് നമ്മൾ കൊടുത്തതും നമ്മളെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് അവർ കൊടുത്തതും കൊടുത്തതും വാങ്ങിയതിൻ്റെ എമൗണ്ടിൻ്റെ ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഫാക്ടർ ഇൻകം ഏൺഡ് അബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് അബ്രോഡ്. ഓക്കെ. ഇനി NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് NNP പോലെ തന്നെയാണ്. ഇവിടെ എങ്ങനെ നമുക്ക് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. അപ്പം NDP എന്ന് പറഞ്ഞാൽ GDP മൈനസ് ഡിപ്രീസിയേഷൻ, വിച്ച് ഈസ് കോൾഡ് ആസ് NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ GDP എന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. ഇനി മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ പ്രൈസ്. വാട്ട് ഈസ് മീൻ ബൈ മാർക്കറ്റ് പ്രൈസ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് സബ്സിഡീസ്. ഓക്കെ. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് വാല്യൂവിൻ്റെ പ്രത്യേകത ഒന്നുകൂടെ പറയാം. മാർക്കറ്റ് വാല്യൂവിൻ്റെ പ്രത്യേകത വിച്ച് ഈസ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിങ്
ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് സബ്സിഡീസ്. ആ മാർക്കറ്റ് വാല്യൂവിൻ്റെ പ്രത്യേകത എന്താ? വിച്ച് ഇൻക്ലൂഡ് ഓൾ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടല്ലോ. നമ്മളിട്ട് ഒരു മഞ്ച് വാങ്ങുമ്പോൾ, ഒരു റൊട്ടി വാങ്ങുമ്പോൾ, ഒരു പേന വാങ്ങുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്നുണ്ട്. അത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതുപോലെ സർക്കാർ തരുന്ന സബ്സിഡി ഉണ്ടല്ലോ, ഏതെങ്കിലും കമ്മോഡിറ്റീസിന് സബ്സിഡി തരുന്നുണ്ടെങ്കിൽ അതും മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഹെൻസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ എക്സീഡ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ദ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വാല്യൂ, ഒരു രാജ്യത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ക്ലിയർ ആണോ? അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ എക്സീഡ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ദ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു രാജ്യത്തെ ടോട്ടൽ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഏൺ ചെയ്യുക, അതന്നെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ടോട്ടൽ ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ഓൾ ഇൻകം ഓഫ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അങ്ങനെ നമുക്ക് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ഒരു രാജ്യത്തിൻ്റെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷത്തിൻ്റെ ഇൻകത്തേക്കാൾ കൂടുതലായിരിക്കും ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. കാരണം അവിടെ എന്തുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡീസും ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് വാല്യൂ വാല്യുവേഷൻ നാഷണൽ ഇൻകം ഈസ് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ ഓൾ ബയേഴ്സ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് വാല്യൂ വാല്യുവേഷൻ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വിച്ച് ഈസ് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ ഓൾ ബയേഴ്സ്. അപ്പോൾ നാഷണൽ ഇൻകം ബൈ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ ബയേഴ്സും പേ ചെയ്ത ടോട്ടൽ ഇൻകമാണ്, ടോട്ടൽ എമൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ ഓൾ ബയേഴ്സ് അല്ലെങ്കിൽ ഓൾ പീപ്പിൾ. ഓക്കെ, അപ്പോൾ വാല്യുവേഷൻ ഓഫ് നാഷണൽ ഇൻകം ബൈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഏൺഡ് ബൈ ഫാക്ടറീസ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഏൺഡ് ബൈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു രാജ്യത്തെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഏൺ ചെയ്ത ടോട്ടൽ ഇൻകം ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ഫൈനൽ ഔട്ട്പുട്ട്. അവരുടെ ഓരോ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനും നമ്മുടെ ഈ നാഷണൽ ഇൻകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന് അവരുടെ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ഏർണിങ്സ് ആണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് നാഷണൽ ഇൻകം ബൈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ടോട്ടൽ എമൗണ്ട് ഏൺഡ് ബൈ ഫാക്ടറീസ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ഫൈനൽ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇനി കുറച്ച് കോമ്പോണൻസ് നമ്മൾ പറയാട്ടോ. മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ പ്രൈസിലും എങ്ങനെയാണ്, ഇവിടെ ചെറിയൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആണ്. ഇവിടെ മാർക്കറ്റ് വാല്യൂ അല്ല, ഇതാണ് ഇവിടെ ഇത് മാർക്കറ്റ് വാല്യൂ എന്ന് മാറ്റിയിട്ട് എന്താക്കണം അറിയാം നിങ്ങൾ, ഫാക്ടർ പ്രൈസ് എന്നാക്കണം കേട്ടോ. ചെറിയൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്നെ നോക്കി ടെക്സ്റ്റിൻ്റെ പ്രശ്നമാണോ എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇവിടെ കറക്റ്റാണ് മാർക്കറ്റ് വാല്യൂ, ഇവിടെ ഫാക്ടർ പ്രൈസാണ്. ഓക്കെ, ഫാക്ടർ പ്രൈസ് അല്ലെങ്കിൽ ഫാക്ടർ വാല്യൂ എന്നാകും. അപ്പോൾ ഫാക്ടർ പ്രൈസ് പ്രകാരം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡീസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ടോട്ടൽ വാല്യുവേഷനാണ്. ഇവിടെ എന്ന് പറയുന്നത് എല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഏർണിങ്സ് എടുത്തിട്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് ഏർണിങ്സ് ഓഫ് all factors of production of a nation during a period of time is factor price എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഫാക്ടർ പ്രൈസ്, ഫാക്ടേഴ്സിൻ്റെ പ്രൈസ് എടുത്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. മാർക്കറ്റ് പ്രൈസ് എടുത്തിട്ട്, മാർക്കറ്റ് വാല്യൂ എടുത്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേഷൻ നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ മാർക്കറ്റ് വാല്യൂ. ഫാക്ടർ പ്രൈസ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ നാഷണൽ ഇൻകം ബേസ്ഡ് ഓൺ ഫാക്ടർ പ്രൈസ്. ഫാക്ടേഴ്സിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇനി അത് നമ്മൾ വ്യത്യസ്ത കോമ്പോണൻസ് പറയാം.
GNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ്? ഇതിനൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ വേണ്ടി GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് സബ്സിഡീസ്, അത് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഇനി NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് സബ്സിഡീസ്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് സബ്സിഡി. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടാം NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് സബ്സിഡി. ഇനി നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ എന്താ ചെയ്യാം? നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് സബ്സിഡീസ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡീസും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം ഫാക്ടർ പ്രൈസ് കിട്ടും. ഇതാണ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ നോമിനൽ ഇൻകം. കറണ്ട് പ്രൈസിനെ പറയുന്ന പേരാണ് നോമിനൽ ഇൻകം. അപ്പോൾ നോമിനൽ ഇൻകം എന്ന് പറയുന്നത് ഓരോ വർഷത്തെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നോമിനൽ ഇൻകം എന്ന് പറയുന്നു. അപ്പോൾ നാഷണൽ ഇൻകം എക്സ്പ്രസ്ഡ് അറ്റ് പ്രൈസസ് പ്രിവൈൽ ഫോർ ദം ഇൻ ദ കറണ്ട് ഇയർ. ഓരോ വർഷവും ആ വർഷത്തെ പ്രൈസിൽ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇൻകം ക്വാണ്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ്. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം ഇൻ ദ കറണ്ട് ഇയർ ആൻഡ് കറണ്ട് പ്രൈസ് ഈസ് കാൾഡ് നാഷണൽ ഇൻകം. കറണ്ട് ഇയർ ആണ് എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഓരോ വർഷവും ആ വർഷത്തെ പ്രൈസിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് എന്ന് പറയും. ഇനി നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി റിയൽ ഇൻകം. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ഈസ് കാൾഡ് ആസ് റിയൽ ഇൻകം എന്ന് പറയുന്നു. അപ്പം നാഷണൽ ഇൻകം എക്സ്പ്രസ്ഡ് അറ്റ് ബേസ് ഇയർ പ്രൈസസ്. അപ്പോൾ ബേസ് ഇയർ പ്രൈസിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് എന്ന്. ഒരു എക്സാമ്പിൾ പറയാം. 2020 GDP അല്ലെങ്കിൽ GNP 1993 പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യും. 2020 GNP 2023 പ്രൈസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുന്നു. ഇനി നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് നമുക്ക് എങ്ങനെ കാണാമെന്നാണ്. നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പർ, അത് ഇൻഫ്ലേഷൻ ആണ്. ഇൻഡെക്സ് നമ്പർ ഫോർ ദ കറണ്ട് ഇയർ, ഒരു ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും ഇൻറ്റു 100. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നാഷണൽ ഇൻകം കോൺസ്റ്റന്റ് പ്രൈസിൽ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? കറണ്ട് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പർ ഫോർ ദ കറണ്ട് ഇയർ ഇൻറ്റു 100. ഓക്കെ, ഇനി വാട്ട് ഈസ് മീൻ ബൈ GNP ഡിഫ്ലാറ്റർ? എന്താണ് GNP ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP. അതാണ് GNP ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത്. നോമിനൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ്. അപ്പോൾ GNP ഡിഫ്ലാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP. ഓക്കെ, which is equal to GDP deflator which is equal to nominal GDP deflator which is equal to nominal GDP divided by real GDP. അങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എ റേഷ്യോ നോമിനൽ GDP ടു റിയൽ GDP. അപ്പോൾ അല്ലെങ്കിൽ GNP ഡിഫ്ലാറ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നോമിനൽ GNP ടു റിയൽ GNP. ഇക്വേഷൻ GNP deflator equal to nominal GNP divided by real GNP. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? നോമിനൽ GDP നമുക്ക് നോമിനൽ ഇൻകം ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് കറണ്ട് ഇൻകം, കറണ്ട് പ്രൈസ്. കറണ്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്പോൾ നോമിനൽ GDP എന്ന് പറഞ്ഞു. റിയൽ GDP എന്ന് പറഞ്ഞാൽ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്, ഒരു ബേസ് ഇയർ പ്രൈസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ റിയൽ GDP എന്ന് പറയും. ഇനി what is mean by personal income? Personal income is the total income of household received from all sources before taxes. ഒരാൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ്
ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള മൊത്തം ഇൻകമാണ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം. ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത്, എനിക്ക് ഒരു കൊല്ലം 10 ലക്ഷം വരുമാനമുണ്ട്, ടാക്സ് കൊടുക്കാതെ 10 ലക്ഷമാണ് ഒരു വർഷത്തെ വരുമാനമെങ്കിൽ എൻ്റെ ഇൻകം, പേഴ്സണൽ ഇൻകം അതാണ്. അപ്പോൾ ടോട്ടൽ ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ്സ് റിസീവ്ഡ് ഫ്രം ഓൾ സോഴ്സ്, എനിക്ക് എല്ലാ സോഴ്സിൽ നിന്നും 10 ലക്ഷമാണ് കിട്ടുന്നത് ടോട്ടൽ ബിഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ദാറ്റ് ഈസ് അവർ ടോട്ടൽ ഇൻകം. ബട്ട് പേഴ്സണൽ ഇൻകം എന്ന് പറയും ടോട്ടൽ ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ്സ് ഓർ ഇൻഡിവിജ്വൽ റിസീവ്ഡ് ഫ്രം ഓൾ ഹിസ് ഓർ ഹെർ സോഴ്സസ് ബിഫോർ ടാക്സസ്. അപ്പോൾ പേഴ്സണൽ ഇൻകം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം നാഷണൽ ഇൻകം ബൈ സബ്സ്ട്രാക്റ്റിംഗ് retained corporate pay profits, profit taxes, contribution to social ഇൻഷുറൻസ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്, സോഷ്യൽ ഇൻഷുറൻസ്. ഇത്രയും കാര്യം ഒരു രാജ്യത്തെ ദേശീയ വരുമാനത്തിൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എന്തായാലും ആഡ് ചെയ്യണം? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഹാസ് ടു ബി ആഡഡ്. അപ്പോൾ പേഴ്സണൽ ഇൻകം, ഒരു വ്യക്തികളുടെ വരുമാനം, ഒരു രാജ്യത്തെ വ്യക്തികളുടെ വരുമാനം നമുക്ക് എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഒരു രാജ്യത്തെ ദേശീയ വരുമാനത്തിൽ നിന്നും എന്തൊക്കെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം? റീറ്റെയിൻഡ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്, ദേശീയ വരുമാനത്തിൽ നിന്ന് കോർപ്പറേറ്റ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്യാം, പ്രോഫിറ്റ് ടാക്സ് മൈനസ് ചെയ്യാം, കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ ഇൻഷുറൻസ്, സോഷ്യൽ ഇൻഷുറൻസിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് മൈനസ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്ത് ആഡ് ചെയ്യുക? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഇൻകം കിട്ടും. അപ്പോൾ ഒരു ദേശീയ വരുമാനത്തിൽ നിന്നും എങ്ങനെ നമുക്ക് പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ദേശീയ വരുമാനത്തിൽ നിന്നും നമ്മൾ റീറ്റെയിൻഡ് കോർപ്പറേറ്റ് പ്രോഫിറ്റ് മൈനസ് ചെയ്യാം, അതുപോലെ പ്രോഫിറ്റ് ടാക്സ് മൈനസ് ചെയ്യാം, സോഷ്യൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ മൈനസ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻ്റ് ഉണ്ട്, ഗവൺമെൻറ് സർക്കാർ പെൻഷന്, വിധവാ പെൻഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് കോമ്പൻസേഷൻ എക്സെട്ര തരുന്നില്ലേ, അത് അതിൽ ആഡ് ചെയ്യുകയും ചെയ്യാം നാഷണൽ ഇൻകത്ത്. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഇൻകം കിട്ടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യുക, 2 തവണ വായിച്ചാൽ മനസ്സിലാവും. ഇനി ഡിസ്പോസിബിൾ ഇൻകം. എന്താണ് ഡിസ്പോസിബിൾ ഇൻകം? പേഴ്സണൽ ഇൻകത്തിൽ നിന്നും ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. അപ്പോൾ പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സസ് ആണ് ഡിസ്പോസിബിൾ ഇൻകം. വാട്ട് ഈസ് മീൻ ബൈ പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം PCI. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ GDP അല്ലെങ്കിൽ GNPനെ നമ്മൾ ആ രാജ്യത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം, ഓരോ വ്യക്തിയുടെയും ടോട്ടൽ ഇൻകം എത്ര ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം GDP എത്ര കോടിയാണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയെന്ന് അറിയെങ്കിൽ GDP ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ ഒരു ശരാശരി ആവറേജ് വ്യക്തികളുടെ ഇൻഡിവിജ്വൽസിൻ്റെ വരുമാനം എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് പെർ ക്യാപിറ്റ ഇൻകം. ഇനി പ്രൈവറ്റ് ഇൻകം. എന്താണ് പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്? പ്രൈവറ്റ് ഇൻകം ഈസ് സം ഓഫ് ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൈവറ്റ് കോർപ്പറേറ്റ് സെക്ടർ വിത്തിൻ എ ഡൊമസ്റ്റിക് ആൻഡ് അബ്രോഡ്. ഒരു രാജ്യത്തിനകത്തുള്ള മൊത്തം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും പ്രൈവറ്റ് കോർപ്പറേറ്റ്സും ഒരു രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് അവരുടെ ടോട്ടൽ ഇൻകമാണ് ഉള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെയും കോർപ്പറേറ്റ്സിൻ്റെയും ടോട്ടൽ ഇൻകമാണ് പ്രൈവറ്റ് ഇൻകം എന്ന്. പേഴ്സണൽ ഇൻകം അല്ല, പ്രൈവറ്റ് ഇൻകം. ഒരു രാജ്യത്തെ അകത്ത് ഇന്ത്യയുടെ പ്രൈവറ്റ് ഇൻകം എന്ന് പറയും ഇന്ത്യയുടെ എല്ലാ വ്യക്തികളുടെയും എല്ലാ വ്യക്തികളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെയും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള അവർ നേടുന്ന ടോട്ടൽ ഇൻകമാണ് പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം പ്രൈവറ്റ് ഇൻകം ഈസ് ദ സം ഓഫ് ഇൻകംസ് ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ പ്രൈവറ്റ് കോർപ്പറേഷൻ സെക്ടർ വിത്തിൻ ഡൊമസ്റ്റിക് ആൻഡ് അബ്രോഡ്. ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള വ്യക്തികളും കോർപ്പറേഷൻസും ഉണ്ടാക്കുന്ന ടോട്ടൽ അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ സം ഓഫ് ഇൻകമാണ് എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ഇൻകം ഇസ് ഈക്വൽ ടു ഇൻകം ഏൺഡ് ബൈ, എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. പ്രൈവറ്റ് ഇൻകം ഇസ് ഈക്വൽ ടു ഇൻകം ഏൺഡ് ബൈ പ്രൈവറ്റ് സെക്ടർ പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് കറണ്ട് ട്രാൻസ്ഫർ ഫ്രം ഗവൺമെൻറ് പ്ലസ് അതർ കറണ്ട് ട്രാൻസ്ഫർ ഫ്രം റെസ്റ്റ് ഓഫ് ദി വേൾഡ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ദി പബ്ലിക് ഡെപ്റ്റ്.
ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റ് ഇൻകത്തിലുള്ളൂ. ഒന്നുകൂടെ പറയാം, പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻകം ഏൺഡ് ബൈ പ്രൈവറ്റ് സെക്ടർ പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, കറണ്ട് ട്രാൻസ്ഫേഴ്സ് ഫ്രം ഗവൺമെൻറ്, other current transfers from rest of the world, interest on the public debt. But these are the important components come under the private income. അപ്പോൾ these are some of the definitions of national income. Okay, ഇനി നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.